സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഒരു മരണം. തൃശൂർ എരുമപ്പെട്ടി വെള്ളറക്കാട് 84 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കൊന്നു. കിടപ്പുരോഗിയായ കാർത്യായനിയാണ് നായയുടെ കടിയേറ്റ് മരിച്ചത്. കാർത്യായനിയുടെ മകനെയും നായ ആക്രമിച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ വെള്ളറക്കാട് 84 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു. കിടപ്പുരോഗിയായിട്ടുള്ള കാർത്യായനിയാണ് നായയുടെ കടിയേറ്റ് മരിച്ചത്. അവരുടെ മകനെയും നായ ആക്രമിച്ചിരിക്കുന്നു. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ബനേഷ്, ദാരുണമായ സംഭവമാണ് ഇന്ന് തൃശൂർ എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. കിടപ്പ് രോഗിയായ 84-കാരിയായിട്ടുള്ള കാർത്യായനി എന്ന് പറയുന്ന ആളെയാണ്, വയോധികയെയാണ്, സ്ത്രീയെയാണ് ഇത്തരത്തിൽ വീടിനകത്തേക്ക് ഓടിക്കയറിയ തെരുവുനായ അതിക്രൂരമായി കടിച്ചു കൊല്ലുന്നൊരു സംഭവം ഉണ്ടായത്. ഈ കാർത്യായനിയുടെ മുഖവും ശരീരമാസകലവും നായ കടിച്ച് മുറിച്ചു. കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. കട്ടിലിൽ രക്തമാസകലം പോയിട്ടുണ്ട്. വിരികളിലും വസ്ത്രങ്ങളിലും എല്ലാം നിറയെ രക്തം പോയിട്ടുണ്ട്. ഈ കാർത്യായനിയുടെ മകൻ 60 വയസ്സുള്ള മാനസികാസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിച്ച് കിടക്കുകയായിരുന്ന മകൻ ദേവദാസനെയും ഈ നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഈ മരിച്ച കാർത്യായനിയുടെ മുഖം വികൃതമായ അവസ്ഥയിലായിരുന്നു ആളുകൾ എത്തുമ്പോൾ. മകനെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുൻപ് ഈ കാർത്യായനി വീണതിനെ തുടർന്ന് എല്ല് പൊട്ടി എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായിരുന്നു. കട്ടിലിൽ തന്നെയായിരുന്നു ജീവിതം തള്ളി നീക്കിയിരുന്നത്. ഈ ഒരു അവസ്ഥ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ നായ ഓടി വീടിനകത്തേക്ക് കയറി ഇത്തരത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇവരെ വീടിന് സമീപത്ത് തന്നെ ഈ കാർത്യായനിയുടെ മറ്റൊരു മകൻ മണി താമസിക്കുന്നുണ്ട്. മണി ഭക്ഷണം കൊണ്ട് ഇവർക്ക് കൊടുക്കാനായി വന്നപ്പോഴാണ് ഈ സംഭവം പുറം ലോകം തന്നെ അറിയുന്നത്. മണിയാണ് ഇത് ആദ്യമായി ഈ സംഭവം കാണുന്നത്. പിന്നീട് നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും എത്തി ഈ കാർത്യായനിയുടെ മൃതദേഹവും അതുപോലെ തന്നെ പരിക്കേറ്റ മകനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഇതേ നായ തന്നെ മറ്റാളുകളെയും കടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വളർത്തു നായ്ക്കളെയും ഒക്കെ കടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നായയെ പിടികൂടാൻ ഈ സമയം വരെ ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാർ അതിഭീതിയിലാണ്. ഈ നായ്ക്ക് പേവിഷബാധയുണ്ടോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ വലിയ ആശങ്കയാണ്. രാത്രിയാണ്, അതുകൊണ്ട് തന്നെ നായ ഇനി മറ്റാരെങ്കിലും കടിക്കുമോ, സമാന രീതിയിൽ മറ്റ് വഴി യാത്രക്കാരെയൊക്കെ കടിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പ്രദേശവാസികൾക്കുണ്ട്. എന്തായാലും ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധികയായ 84-കാരിയായ കാർത്യായനി എന്ന് പറയുന്ന ആ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബനേഷ്, കാർത്യായനി എന്ന് പറയുന്ന 84 വയസ്സുകാരി കിടപ്പുരോഗിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കാണിക്കുന്ന ആ ഫോട്ടോകൾ, ആ ദൃശ്യങ്ങൾ, അത് തെളിച്ചമില്ലാതെ മനഃപൂർവ്വം നമ്മൾ തെളിയിക്കാതെ കൊടുക്കുകയാണ്. അതിൻ്റെ ക്രൂരത അത്രമേൽ ഭീകരമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിടപ്പുരോഗിയായിട്ടുള്ള ഈ 84 വയസ്സുകാരിയെ തെരുവുനായ മേലാസകലം മുഖത്തടക്കം കടിച്ച് വലിച്ചു കീറി കൊലപ്പെടുത്തുന്നു. അതിന് മകൻ സാക്ഷിയാവുന്നു. ആ മകനെ സംബന്ധിച്ചിട്ടും ശാരീരികമായ അസ്വസ്ഥതയുള്ള, മാനസികമായിട്ടുള്ള അല്ലേ, അങ്ങനെയല്ലേ, ആ രീതിയിലല്ലേ അനീഷേ? തീർച്ചയായും മകനും മാനസിക അസ്വസ്ഥമുള്ള ആളാണ്. മകൻ സമാന രീതിയിൽ തന്നെ മരുന്ന് കഴിച്ച് കിടക്കുകയായിരുന്നു. മകനും പ്രതികരിക്കാനായി കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ, സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. മകനെയും, അതായത് കാർത്യായനി അമ്മ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എണീക്കാൻ കഴിയില്ല. ആ കരച്ചിൽ കേട്ട് പ്രതികരിക്കാൻ കഴിയാതെ ആ മകനെയും ആക്രമിക്കുന്ന തെരുവുനായ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള, അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു തെരുവുനായ ആക്രമണമായിട്ട് മാറുന്നു. അതായത് തെരുവിലേക്ക് ഇറങ്ങി നടന്നില്ലെങ്കിലും, വീടിൻ്റെ മുറ്റത്ത് നിന്നില്ലെങ്കിലും, വീടിനകത്ത് കിടപ്പുമുറിയിലേക്ക് കയറി വന്ന് ഒരു കിടപ്പ് രോഗിയെ പോലും കടിച്ചു കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഒന്നാണ്. തെരുവുനായകളുടെ വിഷയത്തിൽ എക്കാലത്തും ഇതിനു മുൻപുണ്ടായിട്ടുള്ള എല്ലാ വാർത്തകളും ഈ പറയുന്ന രീതിയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ, ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് കളിക്കുമ്പോൾ, സ്കൂൾ മുറ്റത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒക്കെയാണ് ഈ വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. ഇത് വീടിനകത്തേക്ക് വന്ന് കിടപ്പ് രോഗിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത 84 വയസ്സുള്ള കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയെ മുഖത്ത് അടക്കം വലിച്ചു കീറി
കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് തെരുവുനായയുടെ ആക്രമണം വരുന്നു. അതിന് സാക്ഷിയായിട്ട് മകനും കിടക്കുന്നു. മകന് മാനസികാസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണോ എന്നത് അനീഷ് ഇപ്പോൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മണി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഈ തെരുവുനായ ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള ആക്രമണ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ തെരുവുനായയെ പിടികൂടാനുള്ള പ്രവർത്തനം നടത്തേണ്ടിയിരുന്നു. അത് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ അനീഷാൻ്റെ? ഗണേഷ്, ദിവസങ്ങൾക്ക് മുൻപല്ല, ഇന്ന് വൈകിട്ട് 6:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഉടൻ ആണ് തൊട്ടപ്പുറത്ത് സമീപത്ത് തന്നെയാണ് ഈ മരണപ്പെട്ട കാർത്യാനിയുടെ മറ്റൊരു മകൻ താമസിക്കുന്നുണ്ട്. മണി എന്ന് പറയും. മണിയാണ് ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം എത്തിച്ചിരുന്നത്. ഇന്നും സമാന രീതിയിൽ ഭക്ഷണം കൊണ്ട് വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നതും ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു സംഭവം, ദാരുണമായ സംഭവം ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നതും. മണിയാണ് അയൽക്കാരെയും അതുപോലെ പോലീസിനെയും ഒക്കെ അറിയിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് ഈ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് നാട്ടുകാരിൽ ചിലരാണ് ഈ നായ തന്നെ മറ്റ് പലരെയും കടിച്ചിട്ടുണ്ട്, മറ്റ് പല വീടുകളിലെയും വളർത്തു മൃഗങ്ങളെയും കടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആണ് നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും നാട്ടുകാർക്കടുത്ത ഭീതിയിൽ തന്നെയാണ്. കാരണം ഈ നായക്ക് പേവിഷബാധയുണ്ടോ? സാധാരണഗതിയിൽ ഇത്രയും ആക്രമണകാരിയാകണമെങ്കിൽ ഈ നായക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേവിഷബാധ പോലുള്ള രോഗമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് നാട്ടുകാർ പരിഭ്രാന്തരായിട്ടുള്ളത്. എന്തായാലും നായയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ, കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ദ്രുതഗതിയിൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട കാർത്യാനിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടത്തേണ്ടതുണ്ട്. പരിക്കേറ്റ മകനെയും മാറ്റിയിട്ടുണ്ട്. മകന് ആവശ്യമായ ചികിത്സ നൽകേണ്ടതുണ്ട്. മകന്റെ പരിക്ക് എത്ര കണ്ട് ഗുരുതരമാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിവായിട്ടില്ല. ഈ ഞെട്ടലിലാണ് നാട്ടുകാരും അയൽവാസികളും ഒക്കെയുള്ളത്. ബനേഷ് സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ തെരുവുനായ ആക്രമണം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്നതാണ്. എല്ലാ ജില്ലകളിലും എന്ന് വേണം പറയാൻ ഉണ്ടാകുന്നതാണ്. അത് ഒരുപക്ഷെ കളിക്കുന്ന സ്ഥലത്തോ വഴിവക്കിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴോ സ്കൂളിലോ ഒക്കെ ആയിരിക്കും കൂട്ടമായും ഒക്കെ ആണ് നായ്ക്കൾ ആക്രമിക്കുന്നത്. അത്തരത്തിലുള്ള പല വാർത്തകളും അടിക്കടി നമ്മളൊക്കെ കാണുന്നതാണ്, റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു നായ തരത്തിൽ വീടിനകത്തേക്ക് കയറി വന്ന് കിടപ്പ് രോഗിയായ 84-കാരി കടിച്ച് പറിക്കുന്നു, മുഖം കടിച്ചു പൊളിക്കുന്നു, കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തൊട്ടപ്പുറത്തുണ്ട്. കിടന്നിരുന്ന മകനെയും കടിച്ച് പരിക്കേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നായക്ക് എന്തെങ്കിലും പേവിഷബാധ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്ക് കടുത്ത ആശങ്കയൊക്കെയുണ്ട്. ബനേഷ്, അനീഷാനടി, ഒരു സംശയം കൂടി വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നടന്ന ഈ ദാരുണമായ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ എരുമപ്പെട്ടിയിലെ വെള്ളറക്കാട്ടെ 84 വയസ്സുള്ള ഈ കിടപ്പ് രോഗിയായിട്ടുള്ള കാർത്യായിനി എന്ന് പറയുന്ന സ്ത്രീയെ തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തി, ഒപ്പം തന്നെ മകനെ ആക്രമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മണി എന്ന് പറയുന്ന ഈ കാർത്യായനിയുടെ മകൻ അവിടെ വന്ന് നോക്കുമ്പോൾ ആണ് ഇവർ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷെ നായ അവിടെ ആക്രമിക്കുന്നതോ നായ ആക്രമിച്ചതിന് ശേഷം പോകുന്നതോ ഈ മണി കാണുകയുണ്ടായോ? എങ്ങനെയാണ് നായ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടത്? അതായത് ഈ മണി ഭക്ഷണം കൊണ്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നതും ആ ലക്ഷണങ്ങളും ആ മുഖത്ത് കടിയേറ്റ പാടുകളും ഒക്കെ കണ്ടതോടെയാണ് ഇത് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം തന്നെയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ സ്ഥിരീകരിക്കുന്നത്. അതിൽ ഇനി കൂടുതൽ അന്വേഷണമൊക്കെ നടത്തേണ്ടതുണ്ട്. ബനേഷ് സൂചിപ്പിച്ച പോലെ എന്തായാലും ഈ നായ തന്നെ ആ പരിസരത്തൊക്കെ മറ്റാളുകളെയും കടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി എടുത്തു പറയുക. അതിൽ നിന്നൊക്കെയാണ് ഇത് ആ നായ തന്നെ ആയിരിക്കാം ഈ വീടിനകത്തേക്ക് കയറി തരത്തിൽ ഈ വയോധികയെ കടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തിയത് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും നാട്ടുകാരും ഒക്കെ ഉള്ളത്. മറ്റ് വളർത്ത് മൃഗങ്ങളെയും ഈ നായ കടിച്ചിട്ടുണ്ടെന്നാണ് ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കാര്യങ്ങൾ. എന്തായാലും നായ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒരു ബോധ്യമുള്ളത്. പക്ഷെ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ ഇനി പോലീസാണ് നടത്തേണ്ടത്. എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അതിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ കടിച്ച പാടുകളും ഒക്കെ കൃത്യമായി പരിക്ക് നമുക്ക് കണ്ടാൽ സാധാരണ അറിയാം. മൃഗത്തിന്റെ കടി ഏറ്റ ഒരു കാര്യമാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം ഇത് തെരുവുനായ ആക്രമണം തന്നെയാണെന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ എത്തിയത്. ഇനി കൂടുതൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ബനേഷ്, അത് തീർച്ചയായിട്ടും അനീഷാനടി, ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കിടപ്പ് രോഗിയാണ് എന്നുള്ളത് കൊണ്ടും, വർഷങ്ങളായിട്ട് കിടപ്പ് രോഗിയാണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കിടപ്പ് രോഗിയാണ് എന്നുള്ളത് കൊണ്ടും പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയിലുള്ള മകൻ ആണ് എന്നതുകൊണ്ടും ഈ തെരുവ് നായയെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടും
ഇതിൽ വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണം വേണ്ടിവരുമെന്നതിൽ സംശയമില്ല. എങ്കിലും അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇന്ന് വൈകിട്ട് അതിദാരുണമായ സംസ്ഥാനത്തിൻ്റെ തെരുവുനായയാണ് ആക്രമിച്ചതെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദാരുണമായിട്ടുള്ള ആക്രമണമാണ് തെരുവുനായയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. തൃശ്ശൂർ എരുമപ്പെട്ടി വെള്ളർക്കാട് 84 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു. കിടപ്പ് രോഗിയായിട്ടുള്ള കാർത്തിയായനിയാണ് നായയുടെ കടിയേറ്റ് മരിച്ചത്. അവരുടെ മകനെയും നായ ആക്രമിച്ചിരിക്കുന്നു. ഈ സംഭവം അറിഞ്ഞത് കാർത്തിയായനിയുടെ മറ്റൊരു മകനായ മണി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആക്രമിക്കപ്പെട്ട് ചോര ചിതറി ശരീരം ആസകലം മാന്തപ്പെട്ട് കടിയേറ്റ നിലയിൽ കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് മണി കണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ മറ്റു നായകളെയും വളർത്തുമൃഗങ്ങളെയും എല്ലാം ആക്രമിച്ച തെരുവുനായയാണ് ഇവരെ ആക്രമിച്ചത് എന്ന് മണി സൂചിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത നമ്മൾ നൽകിയിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.